കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണം. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവരും കമൻ്റൊക്കെ അയക്കണം കേട്ടോ. പിന്നെ രാവിലെ നമ്മുടെ വീട്ടിൽ, പിന്നെ ജോലിക്ക് പോയെടുത്ത്, പിന്നെ നമ്മുടെ സ്വന്തം വീട്ടിൽ, അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാണ് എല്ലാ കൂട്ടുകാരും കമൻ്റ് അയക്കണം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് കിട്ടിയ ഓലക്കാലെല്ലാം ചീകി ഇത്രയാക്കി ഉണ്ട്. ചീകാനുള്ളതാ, അതിന് ഇന്ന് സമയമില്ല. ഓലയൊക്കെ നമ്മളിങ്ങനെ പരിക്കെട്ടി വെച്ച് കുറച്ച് ഞാനിങ്ങനെ പട്ടിക്കൂടിൻ്റെ മണ്ടയിലോട്ട് എടുത്ത് വെച്ച്, എല്ലാം കൂടെ നമുക്ക് പെരയെ വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ രാവിലെ മുറ്റവും റോഡിൻ്റെ അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കിയായിരുന്നു. അപ്പം നമുക്കിനി 8:30 ജോലിക്ക് പോകണം. ഇപ്പോൾ 7:45 ഇവിടെ എല്ലാം തൂത്ത് വാരിയിട്ട് അപ്പോൾ ഇനി രസം വണ്ടി പോവുകയാണ് അല്ലേ. ഇപ്പോൾ തന്നെ 7:45 ഇനിയും 8:30 ആകുമ്പോഴത്തേന് പോകണം. അപ്പോൾ എല്ലാം വാരി പറിച്ച് വെക്കട്ടെ. തുണിയെല്ലാം കഴുകിയിട്ടു. മടലൊക്കെ ഞാൻ ഇങ്ങനെ വെട്ടിപ്പറക്കി ഇവിടെ കൊണ്ടുവച്ചു. ഒരാൾ അടുപ്പിനോടെ ഭയങ്കര ഉറക്കമാണ് കേട്ടോ. വീട്ടിലെ പൂച്ചക്കുഞ്ഞായിരുന്നേ, അവിടെ ആരും ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ അവളെ ഇങ്ങ് കൊണ്ടുപോരുന്നു. നമുക്ക് അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാത്തത് കേട്ടോ. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിലോട്ട് പോരാനുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഈ ഭാഗമൊക്കെ സ്കൂളിൻ്റെ ബാക്ക് വശമാണ്. അങ്ങ് ഫ്രണ്ടൊക്കെ അപ്പുറത്ത്, ഒത്തിരി സ്കൂളിൻ്റെ ഒത്തിരി ഭാഗങ്ങൾ അപ്പുറത്ത് ഫ്രണ്ടിലോട്ടുണ്ട്. ഇപ്പോൾ കൂട്ടുകാരെ, ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. 3 മണി കഴിഞ്ഞു, 3:30 ആവുന്നു. അപ്പോഴേ ഇനിയും നമുക്കിവിടെ ജോലിയുണ്ട്. പിന്നെ ഞങ്ങൾ അങ്ങ് വൈകിട്ട് പോകുന്നില്ല. ചേട്ടൻ മോളെ നൈറ്റിന് കൊണ്ടുവിട്ടിട്ട് ചേട്ടൻ ഇങ്ങോട്ട് വരും. ചോറ് വെക്കണം, മുറ്റം തൂത്ത് വാരണം, അങ്ങനെ പണികൾ കിടക്കുന്നു. ചെടിക്കെല്ലാം വെള്ളം കോരണം, കപ്പയ്ക്ക് വെള്ളം കോരണം. എന്തുവാടി അവിടെ? പിന്നെ വേറെ എന്തൊക്കെയാണ്? എല്ലാവരും ന്യൂ ഇയർ അടിച്ചു പൊളിക്കാനായിട്ടിരിക്കുമായിരിക്കും അല്ലേ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ഇടണം കേട്ടോ. ന്യൂ ഇയറിന് അടിച്ചു പൊളിച്ചതൊക്കെ. പിന്നെ വേറെ എന്താ? ഞാനിപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ചേട്ടന് മോൾക്ക് നൈറ്റാണ്, മോളെ കൊണ്ടുവിടാനൊക്കെ കൊണ്ട് അങ്ങ് പോയിട്ട് ചേട്ടൻ ഇങ്ങോട്ട് വരും. അപ്പോൾ ഉടുപ്പ് കൊള്ളാവോ? ഇതെനിക്ക് കഴിഞ്ഞ ദിവസം, ഡിസംബർ 27 ഞങ്ങളുടെ വിവാഹ വാർഷികമായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് ചേട്ടൻ വാങ്ങിച്ചു തന്നു ഉടുപ്പാണ്. അപ്പോൾ ചേട്ടൻ അന്നേരം ഇപ്പം ഇങ്ങ് പോരും. പിന്നെ മൂത്ത മോനൊക്കെ വരുമെന്ന് പറഞ്ഞു, അറിയില്ല. വേറെ എന്താണ്, ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വയസ്സാവുമ്പോൾ ഇതൊക്കെ തന്നെ അല്ലേ. മക്കൾ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ 4 പാടും മക്കളുണ്ട്. മക്കളൊക്കെ ഇച്ചിരിച്ചിയായി, മക്കൾ കല്യാണം കഴിച്ചൊക്കെ അവരവരുടെ വഴിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെയൊന്നും കിട്ടില്ല. അവരെയൊക്കെ ഭയങ്കര ബിസിയാണ്. അപ്പോൾ അവർക്ക് അന്നേരം ഇങ്ങോട്ട് വരാനും പോകാനും ഒന്നുമുള്ള സമയങ്ങളൊന്നും കാണില്ല. അതാണ്. പിന്നെ വേറെ എന്താ? പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുവാണ്. അപ്പോൾ മോളെയും കൊണ്ട് ഇപ്പോൾ പോയി കാണും. 7 മണിയാകുന്നു. ഇപ്പോൾ പോയി കാണും. മോളെ കൊണ്ട് വിട്ടിട്ട് ഇപ്പോൾ ഇനി പോരും. അപ്പം നാളെ ഇനി ഇവിടുന്ന് ജോലിക്ക് ഞാനും പോവും, ചേട്ടനും പോവും. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയില്ല, ഞാൻ ഇങ്ങോട്ടേക്ക് പോരുന്നു. ഇവിടെയും വന്ന് കുറച്ച് ജോലികളുണ്ടായിരുന്നു. ചേട്ടൻ എന്നോട് പറഞ്ഞ് അങ്ങ് വന്നിട്ട് വൈകിട്ട് നമുക്ക് പോരാന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പോയില്ല, മടിച്ച്. കാരണം പിന്നെ നമ്മൾ രാവിലെ നമ്മുടെ അവിടുത്തെ വീട്ടിലെ കുറച്ച് ജോലികളൊക്കെ ഒരുവിധം എല്ലാം ഒതുക്കിയിട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്. അവിടെയും ചെന്നാൽ അവിടെയും നമുക്ക് ജോലിയെല്ലാം കഴിഞ്ഞ് അവിടുന്ന് പിന്നെ നമ്മളിവിടെ വന്നിട്ട് ഇവിടെയുണ്ട് കുറേ ജോലികൾ. കാരണം ഇപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് ഇവിടെയുണ്ട് നമുക്ക് ജോലികൾ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മളാകെ ഒരവസ്ഥയാകും. ഞാൻ
എനിക്ക് ചിലർക്ക് കുഴപ്പമൊന്നുമില്ലായിരിക്കാം. എനിക്ക് പറ്റുന്നില്ല. നേരത്തെയൊക്കെ ഓടിച്ചാടി നടന്ന് ജോലി ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒന്നും എന്നെ കൊണ്ട് പറ്റുന്നേ ഇല്ല. അത് തന്നെയല്ല, എന്തോ ഭയങ്കര അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. ഒക്കെ ആയിരിക്കാം, വയസ്സാകുമല്ലേ. അതിൻ്റെയൊക്കെ ആയിരിക്കാം അല്ലേ. എന്താണേലും ഞാൻ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും ഞാൻ പറഞ്ഞു ഇനി എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ വയ്യ, നിങ്ങൾ മോളെ കൊണ്ടുവിട്ടിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. പാവം പിന്നെ അങ്ങ് ഓടിക്കോളും എങ്ങോട്ടാണേലും. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ അല്ലേ. അങ്ങനെ ഇപ്പം ചേട്ടൻ വരുന്നത് നോക്കിയിരിക്കുക. ചോറും കറിയൊക്കെ ആയി. ചിലപ്പോൾ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ അതും കറി വെക്കണം. അല്ലാതെ വേറെ ഒന്നുമില്ല. ചോറും കറിയെല്ലാം ഞാൻ വന്ന് വെച്ചു. ഞാൻ 3:30 ഒക്കെ ആയപ്പോഴത്തേക്ക് വന്നു. 3 മണി 3:15 ആയപ്പോഴത്തേന് വന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മുറ്റവും തന്നെ ഉണ്ട് കുറേ. ഞാൻ അതിന് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇനി അവിടെ എല്ലാം ഞാൻ ചെടികളൊക്കെ നട്ട് പിന്നെ കൃഷികളൊക്കെ ചെയ്തിട്ട് ഈ മുറ്റം അങ്ങ് കുറച്ച് മതി. ഇത്രയും മുറ്റം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തൂത്ത് വാരേണ്ടി വരുന്ന ഡെയിലി. അത് തന്നെയല്ല, നമ്മുടെ 4 മാവുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഇല പൊഴിഞ്ഞ് വീഴും. അപ്പോൾ ഡെയിലി നമ്മൾ തൂത്തേ പറ്റത്തുള്ളൂ. അപ്പം തൂക്കാൻ തന്നെ ഉണ്ട് കുറേ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വേണ്ട, ചെടിയൊന്നും ഒത്തിരി മുറ്റത്തോട്ട് വെക്കരുത്, ഇത്ര ഇങ്ങനെ മുറ്റം വേണം, മുറ്റം ഉണ്ടായാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ തൂക്കുന്ന കാര്യമല്ലാതെ ഭയങ്കര പാട്. കാരണം നമ്മൾ രാവിലെ അവിടെയും ചെന്ന് കിടന്ന് രാവിലെ അവിടുത്തെ വീട്ടിലെ തൂത്തുവാരും റോഡും എല്ലാം തൂത്തുവാരണം. പിന്നെ നമ്മൾ ജോലിക്ക് പോകുന്നിടത്തും ചെന്ന് സ്കൂളിലും ചെന്ന് അവിടെയൊക്കെ മുറ്റമൊക്കെ കുറേ ഉണ്ട് തൂക്കാൻ. പിന്നെ വൈകിട്ട് ഇവിടെയും വന്ന് തൂക്കുക. വയ്യ. അയ്യോ, പരാതികളാ കൂട്ടുകാരെ. ഇതൊക്കെ ഇപ്പം എൻ്റെ കൂട്ടുകാരോടല്ല പറയാനുള്ളൂ, വേറെ ആരോട് പറയാനാ? വേറെ ആരും ഇല്ല എനിക്ക് പറയാൻ. പിന്നെയും കേൾക്കാൻ എൻ്റെ ചേട്ടൻ മാത്രമേ ഉള്ളൂ. എൻ്റെ പരാതികൾ കേട്ട് ആ മനുഷ്യൻ്റെ ചെവി വിൽക്കാറടിച്ചു പോകുന്നതാണ് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും എനിക്ക് കമൻ്റ് അയക്കണം കേട്ടോ. അപ്പോൾ ബായ് കൂട്ടുകാരേ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.